അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ യുദ്ധത്തിൽ അൽ-ഗസ്വയിൽ പങ്കെടുത്തു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടു. വഴിയിലാണ് കണ്ടത്. ഞാനൊരു ഒട്ടകത്തിൻ്റെ പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അത് ഞങ്ങൾ വെള്ളം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒട്ടകം ആയിരുന്നു. ആ ഒട്ടകം ക്ഷീണിച്ചു പോയി. അതിന് വളരെ കഷ്ടിമുഷ്ടി നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നിൻ്റെ ഒട്ടകത്തിന് എന്താ കുഴപ്പം, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞു, അത് ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിന്ന് വന്ന് അതിനെ ഒന്ന് തള്ളു അല്ലെങ്കിൽ ഉന്തോ ഒരടിക്കുകയോ എന്തോ ചെയ്തു. എന്നിട്ട് ദുആ ചെയ്തു അള്ളാഹുവിനോട്. അപ്പോൾ അത് മറ്റൊട്ടകങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകാൻ തുടങ്ങി. അതായത് ഏറ്റവും ശക്തിയുള്ള ഒട്ടകമായി മാറി. ആളുകളുടെയൊക്കെ മുമ്പിൽ കടന്നങ്ങ് പോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പം നിൻ്റെ ഒട്ടകം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, അത് വളരെ നല്ല ഇതാണ്, അതിന് താങ്കളുടെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിനെ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ നാണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാഗ്ദാനം അത് നിരസിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ഒട്ടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പറമ്പ് നനയ്ക്കാനും വെള്ളം കോരാനൊക്കെ ആയിട്ട്. എന്നിട്ടും ഞാൻ പറഞ്ഞു ഉവ്വ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ എനിക്ക് വിറ്റേരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അദ്ദേഹത്തിന് വിറ്റു. വ്യവസ്ഥ ഇതായിരുന്നു, ഞാനത് തിരിച്ച് മദീനയിൽ എത്തുന്നത് വരെ എനിക്കതിനെ ഓടിക്കാൻ ഉപയോഗിക്കാം. മദീനയിൽ ചെന്ന് കഴിയുമ്പോൾ ഒട്ടകത്തിനെ കൊടുക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ഒരു മണവാളനാണ്, അതായത് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ, പുതിയാപ്ല എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. അദ്ദേഹം എനിക്ക് അനുവാദം തന്നു. അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീട്ടിലേക്ക് പോകണം ആൾക്ക്, അപ്പോൾ ഒട്ടകം വേണം. ഇതൊക്കെ കച്ചവടത്തിൻ്റെ കിതാബിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബൈക്കോ കാറോ ഒക്കെ വിൽക്കുകയാണെങ്കിൽ ഓട്ടത്തിൽ വിൽക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തിരുവനന്തപുരം വരെ പോവുകയാണ്, പോയിട്ട് വരുമ്പോൾ തരാം, അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഞാൻ അൽമദീനയിലേക്ക് യാത്ര തിരിച്ചു. നമ്മുടെ ആളുകളുടെ മുമ്പിലാണ് പോയത്. അപ്പോൾ ചിലപ്പോൾ ഒരു ഇച്ചിരിപ്പൊടിക്ക് നേരത്തെ പോകുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ മദീനയിൽ ഞാൻ എത്തിയപ്പോൾ ഞാൻ എൻ്റെ അമ്മാവനെ കണ്ടു. അപ്പോൾ അമ്മാവൻ എന്ന അറബിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് കൊച്ചാപ്പ മുത്താപ്പയും ആവാം, അല്ലെങ്കിൽ മാമായായിരിക്കാം. അദ്ദേഹം എന്നോട് ഈ ഒട്ടകത്തിനെ പറ്റി ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റി എല്ലാം പറഞ്ഞു. അദ്ദേഹം എന്നെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തി. അങ്ങനെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം മേടിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ കല്യാണം കഴിച്ചത് കന്യകയാണോ അതെയോ വിവാഹമോചിതയായ ഒരു സ്ത്രീയെയാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിവാഹമോചിതയായ ഒരു സ്ത്രീയെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അദ്ദേഹം പറഞ്ഞു, നീ എന്തുകൊണ്ട് കന്യകയായ സ്ത്രീയെ കല്യാണം കഴിച്ചില്ല? നിങ്ങൾക്ക് തമ്മിൽ തമാശയും കളിയൊക്കെ ആവാമായിരുന്നല്ലോ. അതായത് അവൾ നിന്നോടൊപ്പം തമാശയും കളിയിലൊക്കെ ഏർപ്പെടുമായിരുന്നു, അതുപോലെ നിനക്ക് അവളുമായി തമാശയിലും കളിയിലും നേരം പോക്കിലും ഏർപ്പെടാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ സുന്നത്താണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ നിന്ന് തമാശയും കളിയൊക്കെ പറയുന്നത്. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ പിതാവ് മരിച്ചുപോയി, അല്ലെങ്കിൽ രക്തസാക്ഷിയായി യുദ്ധത്തിൽ. എനിക്ക് കുറച്ച് കുഞ്ഞ് പെങ്ങന്മാരുണ്ട്. അപ്പോൾ എനിക്ക് അത് അനുചിതമായി തോന്നി, അല്ലെങ്കിൽ ഉചിതമായി തോന്നിയില്ല ഒരു ചെറിയ പെണ്ണിനെ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് അവരെ കൊണ്ട് കുട്ടികളെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും അവരെ സഹായിക്കുകയും സേവനം ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കല്യാണം കഴിച്ച പ്രായമുള്ളൊരു സ്ത്രീയെ കല്യാണം കഴിച്ചത്. അപ്പോൾ അവർ എൻ്റെ പെങ്ങന്മാരെ നോക്കും, അതിനെ നല്ല നിലയിൽ വളർത്തും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ ഞാൻ ഒട്ടകത്തിനെ എടുത്തുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ചെന്നു. അദ്ദേഹം എനിക്ക് അതിൻ്റെ വില തന്നു. എന്നിട്ട് ആ ഒട്ടകത്തിനെ എനിക്ക് സമ്മാനമായി തിരിച്ച് തന്നു. ഇതൊക്കെ ആവർത്തിച്ചു വരുന്ന ഹദീസാണ്. عن جابر بن عبد الله رضي الله عنهما قال غزوت مع رسول الله صلى الله عليه وسلم قال فتلاحق بالنبي صلى الله عليه وسلم وأنا على ناضح لنا قد أعيا فلا يكاد يسير فقال لي ما لي بعيرك قال قلت أعيا قال فتخلف رسول الله صلى الله عليه وسلم زجره ودعا له فما زال بين يدي الإبل
قدماها يسير فقال لي كيف ترى بعيرك قال قلت بخير قد أصابته بركتك قال أفتبيعونه قال فاستحييت ولم يكن لنا ناضح غيره قال فقلت نعم قال فبعنيه فبعته إياه على إن لي فقار ظهره حتى أبلغ المدينة قال فقلت يا رسول الله إني عروس فاستأذنته فأذن لي فتقدمت الناس إلى المدينة حتى أتيت المدينة فلقيني خالي فسألني عن البعير فأخبرته بما صنعك فيه فلمني قال وقد كان رسول الله صلى الله عليه وسلم قال لي حين استأذنه هل تزوجت بكرا أم ثيبا فقلت تزوجت ثيبا فقال هل تزوجت بكرا تلاعبها وتلاعبك فقلت يا رسول الله توفي والدي أو استهد ولي أخوات صغار فكرهت أن تزوج مثلهن فلا تؤدبهن ولا تقوم عليهن فتزوجت ثيبا لتقوم عليهن وتؤدبهن قال فلما قدم رسول الله صلى الله عليه وسلم المدينة غدوت عليه بالبعير فأعطاني ثمنه ورده علي യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് കല്യാണം കഴിച്ച ഒരാൾ ഉടനെ തന്നെ, അതായത് ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ ഒരാഴ്ച, പുതിയാപ്ലയാണ്. മൻവസ വഹുവ ഹദീസു അഹ്ദിൻ ബിഉർസിഹി. ജാബിർ വിശദീകരിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഇതേ അധ്യായവുമായി ബന്ധപ്പെട്ടത്, തൊട്ടു മുമ്പുള്ള ഹദീസ് പോലെ തന്നെ. ഫിഹി ജാബിറുൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ആവർത്തിച്ച് വരുന്നു. കല്യാണം പൂർണ്ണമായതിനു ശേഷം യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. മനിഖ്താറ ഗസ്വ ബഅദൽ ബിനാഇ. അബൂ ഹുറൈറ വിശദീകരിക്കുന്നു അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്നൊരു ഹദീസ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ടത്, വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല, തൊട്ട് മുമ്പ് പറഞ്ഞ ഹദീസ് തന്നെ. ഫീഹി അബൂ ഹുറൈറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രയിൽ ഒരു ഇമാമ് അല്ലെങ്കിൽ നേതാവ് അദ്ദേഹത്തിൻ്റെ ആളുകളെക്കാളും മുമ്പ് യാത്ര തുടങ്ങുന്നത്. മുബാദറത്തുൽ ഇമാമി ഇൻദൽ ഫസായി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ മദീനയിൽ ഭയപ്പെടുത്തുന്ന എന്തൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുതിരയെ, അബൂ തൽഹയുടെ കുതിരയായിരുന്നു, അതിനെടുത്ത് അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, പേടിക്കാൻ മാത്രമൊന്നും ഞാനവിടെ ഒന്നും കണ്ടില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുതിര നല്ല വേഗതയുള്ള കുതിരയാകുന്നു. ഇതും ആവർത്തിച്ചു വരുന്നതാണ്. അതായത് അത്യാവശ്യം വന്നാൽ നേതാവാണ് മുമ്പിലിറങ്ങി പോവേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല കാന ബിൽ മദീനത്തി ഫസഉൻ ഫറകിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറസൻ ലി അബി തുൽഹത ഫഖാല മാ റഅയ്നാ മിൻ ഷൈഇൻ വഇൻ വജദ്നാഹു ലബഹ്റൻ. യാത്രയിൽ വലിയ അത്യാവശ്യ ഘട്ടത്തിൽ ഒരു കുതിരയെ ചാടിച്ച് അതായത് ഭയങ്കര വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അസുറാത്തി വറഖദി ഫിൽ ഫസായി. ഇത് ഹദീസ് തന്നെയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ ആളുകൾ പേടിച്ചു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേഗതയില്ലാത്ത കുതിരയെ, അബൂ തൽഹയുടെ കുതിരയായിരുന്നു, ഒരു കഷ്ടിമുഷ്ടി ഓടുന്ന ഒരു കുതിരയായിരുന്നു, അതിനെ എടുത്തുകൊണ്ട് പോയി. ഒറ്റയ്ക്കാണ് പോയത്, പക്ഷേ ആ കുതിരയെ അദ്ദേഹം ചാടിച്ച് ഓടിച്ചു. അതായത് ഒരു മടിയനായ കുതിര അല്ലെങ്കിൽ കഴിവില്ലാത്തൊരു കുതിര, അതിനെ പക്ഷേ ഭയങ്കര ഒത്ത കുതിരകൾ ഓടുന്നത് പോലെ ഭയങ്കര ദൂരത്തിൽ ചാടി ആണ് പോയത്. ആളുകൾ അതിൻ്റെ പുറകെ വേറെ കുതിരപ്പുറത്ത് സ്പീഡിൽ ഓടിച്ച് വന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ആരും പേടിക്കണ്ട, പേടിക്കാനും മാത്രമൊന്നും അവിടെ ഇല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടു, ഈ കുതിര ഭയങ്കര വേഗതയുള്ള ആളോ, നിങ്ങളൊക്കെ മോശമെന്ന് പറഞ്ഞാലും എന്നുള്ള രീതിയിൽ. ആ കുതിര അതിനുശേഷം അങ്ങനെ ഓട്ടത്തിൽ മുമ്പ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒന്നാമനായിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും ചിലപ്പോൾ ആ കുതിര അങ്ങനെ വേഗത്തിൽ ഓടിയത്. ഖസ്തലാനി വോളിയം 5 അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്.
عن أنس بن مالك رضي الله عنه قال فزع الناس فركب رسول الله صلى الله عليه وسلم فرسا لأبي طلحة بطيئا ثم خرج يركض وحده فركب الناس يركضون خلفه فقال لم تراعوا إنه لبحر ഫമ സുബീഖ ബഅദ ദാലിക്കൽ യൗം. ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതി ഉണ്ടാകുന്ന ഒരു സമയത്ത് ഒറ്റയ്ക്ക് പുറപ്പെട്ട് പോകുന്നത്. അൽ ഖുറൂജി ഫിൽ ഫസഇ വഹ്ദഹു. ആരെങ്കിലും ഒരാൾക്ക് കൂലി കൊടുത്ത് മറ്റൊരാൾക്ക് പകരമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വിടുന്നത്. പിന്നെ മൃഗങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത്. അൽ ജാഇലി വൽ ഹുംലാനി ഫിസ്സബീലി. മുജാഹിദ് പറയുന്നു, ഒരിക്കൽ ഞാൻ ഇബ്നു ഉമറിനോട് ചോദിച്ചു, നമുക്ക് യുദ്ധത്തിന് പോകാം. ഇബ്നു ഉമർ മറുപടി പറഞ്ഞു, ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം, അത് നിന്നെ പൈസ തന്ന് സഹായിക്കാം, നീ യുദ്ധത്തിന് തയ്യാറെടുത്തു എന്നുള്ള രീതിയിൽ. ഞാൻ വരുന്നില്ല എന്നായിരിക്കണം. ഞാൻ മറുപടി പറഞ്ഞു, അള്ളാഹ് എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ സമ്പത്ത് നിനക്കുള്ളതാണ്, പക്ഷേ എൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉമർ പറഞ്ഞു, ചില ആളുകൾ മുസ്ലിം ട്രഷറിയിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഖജനാവിൽ നിന്ന് പൈസ എടുക്കും, എന്നിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവർ കഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ എടുത്ത് തിരിച്ചു വാങ്ങിക്കാനുള്ള അധികാരം നമുക്ക് ഉണ്ട്. താവൂസും മുജാഹിദും പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടണം അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യാം. وقال مجاهد قلت لابن عمر الغزوة قال إني أحب أن أعينك بطائفة من مالي قلت أوصى الله علي قال إن غناك لك إني أحب أن يكون من مالي في هذا الوجه. وقال عمر إن ناسا يأخذون من هذا المال ليجاهدوا ثم يجاهدون فمن فعل فنحن أحق بماله حتى تأخذ منه ما أخذ. وقال طاووس ومجاهد إذا دفع إليك شيء تخرج به في سبيل الله فاصنع به ما شئت وضعه عند أهلك. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ എൻ്റെ കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുത്തു. പക്ഷെ പിന്നീട് ഒരിക്കൽ ഞാൻ കണ്ടു അതിനെ വിൽക്കുന്നതായിട്ട്. അപ്പോൾ ആരോ അത് ആ രീതിയിലല്ലാതെ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എനിക്കതിനെ തിരിച്ചെടുക്കാമോ അല്ലെങ്കിൽ വാങ്ങിക്കാമോ? അദ്ദേഹം പറഞ്ഞു, അതിനെ വാങ്ങിക്കുകയും ചെയ്യരുത്, തിരിച്ചെടുക്കുകയും ചെയ്യരുത്, കാരണം നീ ദാനമായി കൊടുത്തതാകുന്നു. ഇതൊക്കെ നമ്മൾ സദക്കയിൽ ആവർത്തിച്ച് കണ്ടതാണ്. നമ്മൾ കൊടുത്ത സാധനം തിരിച്ച് മേടിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾക്കൊരു സദക്ക അല്ലെങ്കിൽ ദാനം കൊടുത്തു, അയാളത് വിൽക്കുന്നു, അപ്പോൾ അതിന് അതേ വിലയ്ക്കോ അല്ലെങ്കിൽ കൂടിയ വിലയ്ക്കോ അല്ലെങ്കിൽ നാട്ടുനടപ്പുള്ള വിലയ്ക്കോ ഒന്നും തിരിച്ചു മേടിക്കാൻ പാടില്ല. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല, പൈസ കൊടുത്ത് മേടിക്കാൻ പാടില്ല. قال عمر بن الخطاب رضي الله عنه حملت على فرس في سبيل الله فرأيته يباع فسألت النبي صلى الله عليه وسلم أشتري به فقال لا تشتريه ولا تعود في صدقتك. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, ഉമർ ഒരു കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുത്തു അല്ലെങ്കിൽ ദാനം ചെയ്തു. പക്ഷെ പിന്നീട് ഒരിക്കൽ അദ്ദേഹം കണ്ടു അതിനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അതിനെപ്പറ്റി അനുവാദം ചോദിച്ചു അല്ലെങ്കിൽ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെ വാങ്ങിക്കരുത്. ദാനമോ അല്ലെങ്കിൽ സമ്മാനമോ ആയി കൊടുത്ത സാധനം ഒരു രീതിയിലും തിരിച്ചെടുക്കാൻ പാടില്ല. ആവർത്തിച്ച് വരുന്ന ഹദീസാണ്. തൊട്ട് മുമ്പും കണ്ടതാണ്, പിന്നെ സദക്കയുടെ കിതാബിലും കണ്ടതാണ്. അതായത് ദാനം അല്ലെങ്കിൽ സമ്മാനം ആയി കൊടുത്തത് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പൈസയ്ക്കോ ഒന്നും വാങ്ങിച്ച് തിരിച്ച് എടുക്കാൻ പാടില്ല ഒരു രീതിയിലും. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന ഉമറ حمل على فرس في سبيل الله فوجده يباع فأراد أن يبتاعه فسأل رسول الله صلى الله عليه وسلم فقال لا تبتاعه ولا തഉദ് ഫി സ്വദഖതിക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, എൻ്റെ അനുയായികൾക്ക് ബുദ്ധിമുട്ടാകും എന്ന ഭയം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ
പുറകിൽ നിൽക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ കൂടെ പോവാതെ ഇരിക്കുമായിരുന്നില്ല എല്ലാ സരിയകളിലും. അതായത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന പട്ടാള കൂട്ടങ്ങളെയാണ് സരിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സരിയകളുടെ കൂടെ ഞാൻ പോകാതെ ഇരിക്കുമായിരുന്നില്ല. ഞാനങ്ങനെ എല്ലാത്തിലും പോയിരുന്നുവെങ്കിൽ അതെൻ്റെ അനുയായികൾക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നു. അതായത് അതൊരു നിർബന്ധം പോലെയായി. അപ്പോൾ അതുകൊണ്ട് റസൂല് കുറച്ച് യുദ്ധങ്ങളിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ എനിക്ക് ആവശ്യത്തിന് അധികം ഒട്ടകങ്ങളില്ല ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആളുകളെ മുഴുവൻ കൊണ്ടുപോകാനുള്ള യാത്രാമാർഗങ്ങളും ഇല്ല. പക്ഷേ എൻ്റെ സഹാബികൾ അല്ലെങ്കിൽ സഹചാരികൾ പിറകിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൂലിയാണ്. അത്ര വലിയ കൂലിയുള്ളൊരു കാര്യത്തിന് ഒരാളെ കൊണ്ടുപോകാതെ നാട്ടിൽ വിട്ടിട്ട് പോവുകയാണ്. നിനക്ക് ഒട്ടകവും ഇല്ല, അല്ലെങ്കിൽ വാളില്ല, പരിചയമില്ല, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറയുന്നതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ആളുകൾ നിർബന്ധിച്ച് കൊണ്ടുപോകാത്തതിൻ്റെ കാരണം സാധനങ്ങളില്ലായ്മയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇല്ലായ്മയാണ്. അതല്ലെങ്കിൽ ഒരാളെയും പുറകിൽ വിട്ടിട്ട് പോകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ ആൾക്ക് അത് അത്രയും വലിയ നഷ്ടമാണ്. സംശയമേ ഇല്ല, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യും, എന്നിട്ട് രക്തസാക്ഷിയാവും, എന്നിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും, എന്നിട്ട് രക്തസാക്ഷിയാവും, എന്നിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും, എന്നിട്ട് വീണ്ടും രക്തസാക്ഷിയാവും, എന്നിട്ട് ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇത് നമ്മൾ 36-ാമത്തെ ഹദീസിൽ കണ്ടിട്ടുണ്ട്, 2797-ാമത്തെ ഹദീസിലും കണ്ടിട്ടുണ്ട്. സമയത്തു അബൂ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി മാ തഖല്ലഫ്തു അൻ സരിയത്തിൻ വലാകിൻ ലിയജിദു ഹുമൂലതൻ വലാ അജിദു മാ അഹ്മിലുഹും അലൈഹി വയശുഖു അലയ്യ അൻ യതഖല്ലഫു അന്നി വലവദിത്തു അന്നി ഖാതൽതു ഫി സബീലില്ലാഹി ഫഖുതിൽതു സുമ്മ ഉഹീതു സുമ്മ ഖുതിൽതു സുമ്മ ഉഹീതു. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.